കൊല്ലം തീരത്തടിഞ്ഞിരിക്കുന്നത് 41 കണ്ടെയ്നറുകളാണ്. ഇവ തീരത്ത് നീക്കം ചെയ്യാൻ കൂടുതൽ സമയം വേണമെന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധർ പറയുന്നത്. ളുടെ ആശങ്ക പരിഗണിച്ചാണ് തീരത്ത് നിന്ന് കണ്ടെയ്നറുകൾ വേഗതയിൽ നീക്കണമെന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ സാങ്കേതികമായി താമസമുണ്ടെന്നായിരുന്നു കൊല്ലം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സൽവേജ് ഷിപ്പിംഗ് കമ്പനിയുടെ സാങ്കേതിക വിഭാഗം ടി സൽവേജ് പ്രവർത്തകരും കണ്ടെയ്നർ മാറ്റാൻ ചുമതലപ്പെടുത്തിയ വാട്ടർലൈൻ ഷിപ്പിംഗിന്റെ ഉദ്യോഗസ്ഥരും അറിയിച്ചത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ വേർപെടുത്തി ക്രെയിൻ ഉപയോഗിച്ച് കരയിലേക്ക് കയറ്റിപ്പൊളിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം സമയബന്ധിതമായി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുമെന്നും ആശങ്ക വേണ്ടെന്നും ശക്തികുളങ്ങരയിൽ കണ്ടെയ്നറുകൾ നീക്കുന്നത് നേരിൽ കണ്ട മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ കുറേ ഒഴുകി കേരള തീരത്ത് എത്തി. അതിനകത്ത് പ്രധാനമായിട്ടും ആലപ്പുഴ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലത്താണ്. ഒഴുക്ക് കുറച്ചുകൂടെയും കടൽ കുറച്ചുകൂടെയും പ്രക്ഷുബ്ധമായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. കൂടുതലും 40-ലധികം ഇപ്പം കൊല്ലം ജില്ലയുടെ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം ഇത് സാൽവേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിനെ എടുത്ത് മുറിച്ച് മാറ്റുന്നതിനുള്ളതും അതിന് പരിചയസമ്പന്നരായ ആളുകൾ വേണം. അതിനുള്ള കമ്പനികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ എന്നാണ് പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. ഇത് നിയന്ത്രണത്തിലാണ്. അതേസമയം കണ്ടെയ്നറുകളിൽ നിന്നുള്ള മാലിന്യം കടലിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളും ഇതിനോടൊപ്പം പുരോഗമിക്കുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.